കഴിഞ്ഞ ദിവസം മർത്തശ്ശുമനി അമ്മയുടെ പെരുന്നാള് നടക്കുന്ന പള്ളിയിൽ പോർക്ക് ഒലത്തിയത്. നിങ്ങളൊന്ന് ഓർത്ത് വന്ന് നോക്കണം. ഇപ്പം ഒരു പോർക്കിറച്ചി കഴിക്കുന്നതുകൊണ്ട് യാക്കോബക്കാർ പൂർവികമായിട്ട് പോർക്കിറച്ചി കഴിക്കാറില്ല. പക്ഷെ ഇപ്പൊ കാലം മാറി, എല്ലാ ഇറച്ചികളും പാമ്പിനെ വരെ തിന്നുന്ന കാലമായി. അതുകൊണ്ട് ഒരു പോർക്കിറച്ചി കഴിക്കുന്ന ഒരു വലിയ പാപമാണെന്നോ അവന്റെ തല എട്ട് പൊട്ടി ഇട്ടുമെന്ന് തെറിച്ചു പോകുന്നോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, മർത്തശ്ശുമനി അമ്മയുടെ പെരുന്നാള് നടക്കുന്ന പള്ളിയിൽ പോർക്കിറച്ചി വലത്തിയത് കൊടുക്കുന്നത് ശരിയാണ്. കാരണം പോർക്കിറച്ചി ഒന്ന് മണത്താൽ മതി നിന്നെ തിരികെ വിടാം. ഏറ്റവും ഒടുവിൽ ഏറ്റവും ഇളയ കുഞ്ഞ് സിൽക്ക് പോലെ മിനുസമാർന്ന തൊക്കുള്ള കുഞ്ഞെന്നാ പറഞ്ഞു. ആ കുഞ്ഞിനെ കണ്ടിട്ട് കൊല്ലാൻ നിന്ന പട്ടാളക്കാർക്ക് പോലും കൊല്ലാൻ പറ്റിയില്ല. ആ പട്ടാളക്കാര് മർത്തശ്ശുമനി അമ്മയോട് കാല് പിടിച്ച് പറഞ്ഞു, എന്റെ അമ്മേ, ഞങ്ങൾ ഈ പോർക്കിറച്ചി നിന്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുവരും, നീ കഴിക്കണ്ട, 1 മിനിറ്റ് നീ അത് കഴിക്കുന്നത് പോലെ നിന്നാ മതി, എന്നിട്ട് ഞങ്ങൾ വിട്ടേക്കാം, കാരണം ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. എന്നിട്ട് പോലും ഈ പോർക്കിറച്ചി കഴിക്കുകയാണെന്ന് പറഞ്ഞതിനാണ് ഈ മർത്തശ്ശുമനി അമ്മ 7 മക്കളെയും ഗുരുവായ എലിയാസറിനെ കൊന്നു കളഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, പോർക്കിറച്ചി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ?